പല പ്രതികരണങ്ങൾ ഇന്നത്തെ ദിവസമുണ്ട്. ഈ ദിവസങ്ങളൊക്കെ ഹേമ കമ്മിറ്റി എന്ന പേരിലാണ് പല മാധ്യമങ്ങളിലും ചർച്ച നടക്കുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലേക്ക് ആ ചർച്ചകൾ എത്തിയോ എന്നുള്ളത് വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പ്രതികരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ സിനിമയിൽ പ്രത്യേകിച്ച് അത് ഉറപ്പ് വരുത്തുമെന്ന് ഒന്നുകൂടി ആവർത്തിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. മാറിയിട്ടുണ്ടോ നമ്മുടെ ചർച്ചകൾ, നമ്മുടെ ചുറ്റുപാടുകൾ? സിനിമ പേടി വന്ന് തുടങ്ങിയിട്ടുണ്ടോ ആളുകൾക്ക്? വലിയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ അവരുടെ പാർട്ടിക്കകത്തും പ്രശ്നങ്ങളുണ്ട്. സിനിമയിൽ കേട്ട അതേ വാക്കുകൾ തങ്ങളുടെ പാർട്ടിയിലുണ്ട് എന്നുവരെ പറയുന്നത് കേട്ടു. സിമി റോസ്ബെൽ ജോണിനെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ഗായത്രി വർഷ എന്തു പറയുന്നു? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചർച്ച, നടപടികളിലേക്കുള്ള കാര്യങ്ങൾ പുറത്തു വന്ന് ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കേട്ടതാണ്. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഷാ സിനിമകളിലും ഇതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകും. അതേപോലെ പൊതുരംഗത്ത് സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന, ആണും പെണ്ണും ഇടകലർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മളുടെ ചർച്ചയിലൊക്കെ അവിടെ ഇവിടെ തൊട്ടുപോയതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇത് വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്മേലുള്ള ചർച്ചയും അതിന്മേലുള്ള നടപടികളും വന്നപ്പോഴേക്കും സ്ത്രീ സമൂഹത്തിന് പൊതുവായിട്ട് നല്ലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പേസ് ഉണ്ട് ഇവിടെ എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് സ്ത്രീ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്നത് കൂടാതെ തന്നെ ഞാനൊക്കെ പൊതു മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്, പൊതു ഇടങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇന്നിപ്പോൾ ഇതിന് വരുന്നതിന് മുമ്പും ഒരു പൊതു ചർച്ചയിൽ ഒരു പൊതു പുസ്തക പ്രകാശനവും ഒരു കുടുംബ യോഗവും ഉൾപ്പെടെയുള്ളൊരു ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. അവിടെയൊക്കെ സ്ത്രീകൾ വളരെ സജീവമായി ചർച്ചയിലാണ്. അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആങ്കർ ആദ്യം സൂചിപ്പിച്ച്, ഞാനൊന്ന് സാന്ദർഭികമായി അതിലേക്കും പോകാം, സൂചിപ്പിച്ച പോലെ ഇന്ന് മോഹൻലാലിൻ്റെ പ്രതികരണം ഏറ്റവും ദൗർഭാഗ്യകരമായി ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നിന്ന് ഓഡിയൻസ് ആയിട്ടുള്ള സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത്, കാത്തിരുന്ന് കേൾക്കാം ലാലേട്ടനെ പോലെ. അവർ പറയുന്ന പദം തന്നെ അതാണ്, ലാലേട്ടനെ പോലെ ഒരാളെ കാത്തിരുന്ന് കേട്ടപ്പോൾ ഭയങ്കര നിരാശാജനകമായി പോയി എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം പറയാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് എനിക്കൊരു സ്പേസ് ഉണ്ട്, എനിക്കൊരു അഭിപ്രായമുണ്ട്, എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ആളുണ്ട്, അതിന് വിലയുണ്ട് എന്ന് തോന്നുന്ന ഒരിടത്തേക്ക് വളരെ പെട്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീ സമൂഹത്തെ എത്തിച്ചിട്ടുണ്ട്. ആ ഒരു മാറ്റം ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കാത്തിരുന്ന് കിട്ടിയിട്ടുള്ള ഒരവസരമാണ്. എപ്പോഴാണ് ഞങ്ങളെ ഒന്ന് കേൾക്കാൻ ഒരു ഇടമുള്ളത്, ഞങ്ങൾക്കൊന്ന് പറയാനൊരു ഇടമുള്ളത് എന്ന് പറയുന്ന ഒരു വലിയ കൊതിയോടെ നോക്കിയിരുന്ന സ്ത്രീ സമൂഹത്തിന് അതൊരു വലിയ ആശ്വാസമാണ്. സിമിയുടെ വാക്കുകളും ഞാൻ അങ്ങനെയാണ് കേൾക്കുന്നത്. ഒരുപാട് പേർക്ക്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് പേർക്ക് ഇത്തരം അനുഭവങ്ങളുണ്ട്, അത് പറയാൻ വെമ്പിയിരിക്കുന്നുണ്ട്. അതിന് ഈ ഒരു വിഷയത്തിൽ ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് കക്ഷി രാഷ്ട്രീയം കളങ്ങളില്ല. സമൂഹത്തിൻ്റെ സാംസ്കാരിക പൊതു ഇടമാണുള്ളത്. അവിടെ ഇത്തരം അഭിപ്രായങ്ങൾ ഇനിയും നമ്മൾ കേൾക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.